ഗണപതിനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗണപതി മന്ത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഗണപതിക്ക് പൂജ ചെയ്തു കഴിഞ്ഞാൽ ഹോമങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ഉദ്ദിഷ്ട കാര്യത്തിന് നമ്മുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയാറുണ്ടല്ലോ. അതെ അതെ. അതായത് ഇപ്പൊ ഗാണപത്യ തന്ത്രം എന്ന് പറഞ്ഞിട്ട് ഗണപതിക്ക് തന്നെ ഒരു ക്രമമുണ്ട് തന്ത്രത്തില്. ഇതിനായിട്ട് ഗണപതി പല വിധാനത്തിലുണ്ട്. ഇപ്പൊ നമ്മൾ തന്ത്രശാസ്ത്രത്തിൽ ദശമഹാവിദ്യകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? കാളി, താര, ചിന്നമസ്ത ഇങ്ങനെ തുടങ്ങി ഈ ദശമഹാവിദ്യകൾക്ക് ഈക്വലന്റ് ആയിട്ടുള്ള ഗണപതിമാരും ഉണ്ട്. ഈ സ്തംഭനത്തിന് ഉപയോഗിക്കുന്നതായിട്ടുള്ള ഹരിദ്ര ഗണപതി എന്ന് പറഞ്ഞിട്ടൊരു ക്രമമുണ്ട്. അപ്പം നമ്മൾ കേവലം പ്രോസ്പെരിറ്റിക്ക് മാത്രമല്ല, നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങൾക്കും ഈ ഗണപതി വിധാനത്തിൽ ക്രമങ്ങളുണ്ട്. ഇപ്പം ഉച്ഛിഷ്ട ഗണപതി എന്ന് പറയുന്നത് നമുക്ക് അമിതമായിട്ടുള്ള ഐശ്വര്യം ഉണ്ടാവാൻ, ബിസിനസ്സിൽ വിജയം ഉണ്ടാവാൻ, സാമ്പത്തിക മെച്ചം ഉണ്ടാവാൻ, ഈ പറഞ്ഞ പോലെ അട്രാക്ഷൻ ഉണ്ടാക്കാനൊക്കെ സഹായിക്കുന്നത്. അതിന്റെ ക്രമങ്ങളൊക്കെ ചില ഗോപ്യമായ ക്രമങ്ങളാണ് തന്ത്രശാസ്ത്രത്തിൽ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വാക്ക് അതിന്റെ ഈ ഗണപതിയുടെ കൂടെ? അതായത് അശുദ്ധിക്ക് അപ്പുറം ഇരുന്ന് ചെയ്യുന്ന, ഉച്ഛിഷ്ടം എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഭക്ഷണം കഴിച്ചതിന്റെ വേസ്റ്റ് എന്നുള്ള അല്ലെങ്കിൽ വേസ്റ്റ് എന്നുള്ള അർത്ഥമല്ല. പിന്നെ ഈ തന്ത്രശാസ്ത്രത്തിൽ നമുക്ക് ഈ മന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെ ഒരുപാട്, നമ്മുടെ ഫിസിയോളജി ആയിട്ട് ഒരുപാട് റിലേറ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് മൂലാധാരം എന്ന് പറയുന്ന ഒരു ചക്രമുണ്ട്, ഷടാധാരങ്ങൾ നമ്മൾ പറയും. ഷടാധാരത്തിന് ഇടയ്ക്ക് ഇവിടെ ആഗ്നിയും സഹസ്രദളത്തിൻ്റെ നടുക്കായിട്ട് നാദം, നാദാന്തം, ബിന്ദു, രോദിനി, ഉന്മനി, സമനസ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനകത്ത് കുറേ പോയിന്റുകൾ പറയുന്നുണ്ട്. അത് നമുക്ക് പറയാം. ഇപ്പം ഈ മൂലാധാരം തൊട്ടിട്ട് ഈ 6 ചക്രങ്ങൾ നമുക്ക് കാണാൻ പറ്റുമോ? അങ്ങനെ നമുക്ക് സാധാരണക്കാർക്ക് അല്ല, അത് നമ്മൾ പറയുന്നത് ഇതൊരു തരം എനർജി ബോഡിയാണ്, ഇത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്താൽ കാണാൻ പറ്റില്ല എന്നൊക്കെ പറയും. അവിടെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് വശം പറയുന്നത്. അതായത് ഡോക്ട്രൈൻ ഓഫ് സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ട് പണ്ട് കാലത്ത് ഈ തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതി എന്നൊക്കെ നമുക്ക് വേണേൽ പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദത്തിൽ സഹസ്രയോഗം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. അവിടെ മരുന്നുകളുടെ കൂട്ടിനെ കുറിച്ച് പറയും. ഈ കോമ്പോസിഷൻസ് എങ്ങനെയാണ് മരുന്ന്, ഇന്ന മരുന്നിൻ്റെ കൂടെ ഇന്നത് ചേരണം. ഇതേ യോഗങ്ങൾ നമുക്ക് തന്ത്രശാസ്ത്രത്തിൽ കാണാൻ കഴിയും. ഇപ്പോൾ തന്ത്രത്തിൽ ഇപ്പം നമ്മൾ ഹോമിക്കുക എന്നൊക്കെ പറയുമല്ലോ, അഗ്നിയിലേക്ക് ഓരോ സംഭവങ്ങൾ ഇടുക. അപ്പം അതിനകത്ത് നമുക്ക് ഓരോ ദ്രവ്യം എടുക്കുന്നതിന് ഓരോ മുദ്രയുണ്ട്. ഇപ്പം നമ്മൾ ഹോമമൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ഇങ്ങനെ വാരി ഇടുകയല്ലേ ചെയ്യുക. അപ്പം അതിന് മയൂരി, കുക്കുടി എന്നൊക്കെ പറഞ്ഞാൽ, അതായത് മയിലിനെ പോലെ കോഴിയുടെ ആകൃതിയിലൊക്കെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ ദ്രവ്യങ്ങൾ എടുക്കും. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു അളവുകോലാണ്. ഇപ്പം ഇത്രയും അളവിൽ ഒരു സാധനം എടുത്താൽ അടുത്തത് അതിന് കോമ്പോസിഷനായിട്ട് മറ്റൊരളവിൽ എടുക്കണം. എന്നിട്ട് ഇത് അഗ്നിയിലിടുമ്പോൾ ഇത് കത്തി ഓക്സിഡേഷൻ സംഭവിക്കും. അപ്പം ഇത് ഓക്സൈഡായിട്ട് വന്നിട്ട് നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ ബ്ലഡിലേക്ക് ഇത് പോകും. അപ്പം ഇത് നമ്മുടെ ശരീരത്തിൽ എഫക്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു മെത്തേഡും കൂടി ഇതിനകത്തുണ്ട്. അപ്പം നമ്മൾ മൂലാധാരത്തെക്കുറിച്ചല്ലേ പറഞ്ഞത്. അപ്പം മൂലാധാരം എന്ന് പറയുമ്പോൾ 4 ഇതളുകളോട് കൂടിയ ഒരു ചക്ര എന്നാ പറയാ അല്ലേ? ഒരു വൃത്തം, അതിന് ചുറ്റും ഇങ്ങനെ 4 ഇതള്. എവിടെയാണ്? നട്ടലിന് അടിഭാഗത്താണ് അല്ലേ? നമുക്ക് ടെയിൽ ബോൺ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് നട്ടലിനടിയിൽ, അതും 4 എല്ലുകൾ കൂടിയതാണ്. അപ്പം അതിൻ്റെ റിലേഷൻ മനസ്സിലായോ? അപ്പം 4 എണ്ണം കൂടി നിൽക്കുന്നത് എന്താ? നമ്മൾ പ്രകൃതിയിൽ നോക്കുമ്പോൾ പൂവ് എങ്ങനെയാണ് 4 ഇതൾ കൂടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പം അത് ഇതുപോലെ ആയതുകൊണ്ട് അതിനൊരു ചക്രമായിട്ട് അവർ പറഞ്ഞു. അവർക്ക് ഇതിന് ടെയിൽ ബോൺ എന്ന് പറയാൻ അറിയില്ല. പിന്നെ നമ്മുടെ അഗ്നിമണ്ഡലം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വയറിൻ്റെ ഈ ഭാഗത്തിനാണ് അഗ്നിമണ്ഡലം എന്ന് പറയുക. അപ്പം നമ്മൾ ഒരാളെ വയറ്റിനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒക്കെ ഉണ്ടല്ലോ, നമ്മളെ ദഹനം സഹായിക്കുന്നത്. നമ്മളിപ്പോൾ ഒരാളെ ഭയങ്കര ശക്തിയിലൊക്കെ കത്തിയ കൊണ്ടൊക്കെ കുത്തി കഴിഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ പൊള്ളും ഈ സാധനം പുറത്തേക്കായാൽ. അപ്പം ഇത് അഗ്നി സ്വഭാവമുള്ളതാ. അപ്പം ഇതിനെ ഈ ഭാഗത്തിന് നമ്മൾ അഗ്നിമണ്ഡലം എന്ന് പറയും. പിന്നെ നമ്മുടെ ഇവിടുന്ന് നട്ടലിന് ഇവിടുന്ന് L1 to L1 അല്ലേ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് എണ്ണി കഴിഞ്ഞാൽ 10 എല്ലുകൾ കൂടിയിട്ട് ഉള്ളതാണ്. അപ്പോൾ ഈ അഗ്നിമണ്ഡലത്തിന് 10 ഇതളുകളോട് കൂടിയ ഒരു താമരയാന്ന് പറയും. പിന്നെ മൂലാധാരത്തിൻ്റെ അതിദേവത ഗണപതിയാന്ന് പറയും. നമ്മുടെ ഇവിടുത്തെ ഈ 2 എല്ലുകളും ആ ടെയിൽ ബോണും നോക്കിയാൽ ശരിക്കും ഗണപതിയുടെ മുഖം പോലെ തോന്നും. ഒരു ആനയുടെ ചെവിയും ഒരു എല്ലും പോലെ തോന്നില്ലേ? അപ്പോൾ ഇവർ പ്രപഞ്ചത്തിൽ കാണുന്ന സാധനങ്ങളെ, അതുപോലെ ഈ നാഡീവ്യൂഹങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ശാരദാലതന്ത്രത്തിലൊക്കെ ഉണ്ട്. പത്മദണ്ഡി, താമരയുടെ തണ്ട് പോലത്തെ നാഡീവ്യൂഹങ്ങളെ കുറിച്ച് പറയുന്നത്. നമ്മുടെ ആർട്ടറീസ് ഒക്കെ അങ്ങനെയല്ലേ, തടിച്ചിട്ടാണ്, താമരയുടെ തണ്ട് പോലെ കിടക്കും. പിന്നെ നമ്മൾ സഹസ്രദള പത്മം എന്ന് പറയുമ്പോൾ അത് ശരിക്കും ബ്രെയിൻ തന്നെയാണ്. ബ്രെയിനകത്ത് കോടാനുകോടി ന്യൂറോൺസ് ഉണ്ട്. അതൊരു ഫ്ലൂയിഡിനകത്ത് കിടക്കുന്നു. അതിന് താഴേക്ക് ഒരു ചെറിയ ഇതുപോലെ നമ്മൾ ഇതിനകത്തേക്ക് സ്പൈനിലേക്ക് കണക്ട് ചെയ്തിട്ടൊരു ഇതുണ്ട്, അതിലൂടെ ആ ഫ്ലൂയിഡ് ഇറങ്ങും എന്നൊക്കെ ഉണ്ടല്ലോ. ഇത് തന്നെയാണ് നമ്മൾ സഹസ്രദളം, ഒരു വലിയൊരു താമരയാണ്, കോടാനുകോടി ഇതളുകൾ, ആയിരക്കണക്കിനെന്നാണ് പറയുന്നത്. 1000 ഇതളുകളല്ല, ആയിരക്കണക്കിന് ഇതളുകളോട് കൂടിയ ഒരു താമരയാണ്. അത് സഹസ്രദളത്തിൽ നിന്നിട്ട് അത് താഴേക്ക് കണക്റ്റ് ആവുന്നു എന്ന് പറയുന്നത്. അപ്പം ഇത് കോറിലേഷനാണ്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.